ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1999 ഒരു ത്രില്ലർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ എയർലിംഗ്ടൺ റോഡ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രീം റണ്ണർ ബ്രോ എന്തായാലും ഈ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാൾ ഈ ഒരു മൂവി ഞാൻ ഡിലേ ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു മൂവി ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വേറൊന്നുമല്ല, ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് അത് നമുക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ഒരു ലൈക്കും ഇത്ര മാത്രം മതി. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരു ചെറിയ പയ്യൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതുമല്ല അവന്റെ കാലുകൾ നല്ലതുപോലെ ഇടറുന്നുണ്ട്. കൂടാതെ അവന്റെ ഷൂസിലൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ രക്തവും ഇറ്റിറ്റ് വീഴുന്നുണ്ട്. എന്താണ് കാര്യം എന്നറിയത്തില്ല. ആ ഒരു പയ്യനായാലും പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് നടന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് കാണിക്കുമ്പോൾ പുറകിലൂടെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള മൈക്കിൾ അവന്റെ കാറിൽ ഇങ്ങനെ വരുന്നത്. ഒരുപാട് നേരമായിട്ട് ഈ ഒരു പയ്യൻ മുന്നിലൂടെ നടന്നു പോകുന്നത് കാണുന്നതും മൈക്കിളിന് എന്തോ തോന്നിയിട്ട് അവൻ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഈ ഒരു പയ്യന്റെ അടുത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച വേറെ ഒന്നല്ല, ആ ഒരു പയ്യന്റെ കൈ മുറിഞ്ഞിട്ട് അതും വെച്ചിട്ടാണ് ഈ ഒരു പയ്യൻ നടന്നു പോകുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ മൈക്കിൾ ആ ഒരു പയ്യനെ പൊക്കിയെടുത്ത് തന്റെ കാറിലേക്ക് കയറ്റി അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു നേഴ്സ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരെ ഈ ഒരു കുട്ടിയുടെ അച്ഛനോ റിലേറ്റീവോ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയത്തില്ല, ഈ ഒരു പയ്യൻ റോഡിലൂടെ നടന്നു പോകായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മൈക്കും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാണ്. കാരണം ഇതുവരെയും ആ ഒരു പയ്യന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നിട്ടില്ല. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ആ ഒരു പയ്യന്റെ അച്ഛനും അമ്മയും വരുന്നു. ആ ഒരു പയ്യന്റെ പേര് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ബ്രാഡി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുമ്പോൾ ബ്രാഡിയുടെ അച്ഛനും അമ്മയും നമ്മുടെ മൈക്കിളിനോട് ടാങ്ക്സ് എല്ലാം പറയുന്നത്. കാരണം അവരുടെ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചല്ലേ, എത്ര ടാങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ ഒരു പാർക്കിൽ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് കാര്യം മനസ്സിലായത്. ബ്രാഡിയും അവന്റെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഒരുപാട് പടക്കങ്ങളെല്ലാം വെച്ച് ചെറിയൊരു റോക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതിൽ അപകടം പറ്റിയാണ് ഈ ഒരു കൈ മുറിഞ്ഞത്. അങ്ങനെ അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്ന കാരണം നമ്മുടെ ഹീറോ തന്നെ അവരോട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആവുന്നെല്ലാം പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഇപ്പൊ കണ്ടല്ലോ, ബ്രാഡി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യന്റെ അച്ഛനും അമ്മയും അവര് രണ്ടുപേരും താമസിക്കുന്നത് നമ്മുടെ മൈക്കിളിന്റെ വീടിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. വേറെ ഒന്നല്ല, ഇവർ അയൽക്കാരാണ്. 2 മാസമായി അവരിവിടെ താമസിക്കാനായിട്ട് വന്നിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ഹീറോ മൈക്കിളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മൈക്കിളിന് ഒരു മകനുണ്ട്. അവന്റെ പേര് ഗ്രാൻഡ് എന്നാണ്. അതുമല്ല മൈക്കിളിന്റെ ഭാര്യ ഒരു FBI ഏജന്റ് ആയിരുന്നു. പക്ഷെ ഏതോ ഒരു അപകടത്തിൽ അവര് മരിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ മൈക്കിളാണെങ്കിൽ ഒരു ഹിസ്റ്ററി പ്രൊഫസറാണ്. ഈ തീവ്രവാദം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിപ്പിക്കാനാണ് അവന് താല്പര്യം. അതുപോലെ ഇപ്പൊ അവന്റെ കൂടെ ഉള്ളത് അവന്റെ ആ ഒരു കോളേജിൽ തന്നെ പഠിക്കുന്ന അവന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ബ്രൂക്ക് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിട്ടാണ് അവൻ ഇപ്പൊ ആ ഒരു ഡേറ്റ് നടത്തുന്നത്. ഇപ്പൊ നമ്മുടെ മൈക്കിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്ക് നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗ്രാൻഡ് ആയാലും മൈക്കിനോട് ചോദിക്കുന്നുണ്ട്, ഇല്ലച്ചാ ആ ഒരു സ്ത്രീ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ കഴിയാൻ പോവാണോ? അവൾ ഇനി എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവൂ? അമ്മയ്ക്ക് പകരാവാൻ ശ്രമിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവള് ഞങ്ങൾക്ക് വേണ്ടി ഇന്നൊരു രാത്രി ഇവിടെ നിൽക്കും, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ ഉറക്കി കിടത്തി. ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ മൈക്ക് ആ ഒരു കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കാണ്. അതും കൂടുതലായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ ചരിത്രത്തിൽ സംഭവിച്ച തീവ്രവാദ കാര്യങ്ങള്, അതേപോലെ തന്നെ യുദ്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ടും മൈക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ 200 നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഈ ഒരു തീവ്രവാദം അല്ലെങ്കിൽ മറ്റുള്ളവരെ യുദ്ധത്തിലൂടെ കൊല്ലുക, ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡിനെ കൂട്ടി അവന്റെ ഭാര്യയുടെ ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് ചെന്ന് പൂക്കളെല്ലാം വെക്കുന്ന സമയത്ത് അവിടേക്ക് ക്രേവർ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാർ വരുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, മൈക്കിളിന്റെ ഭാര്യയുടെ സുഹൃത്താണ്. അവരോടൊപ്പം ഒരുമിച്ച് വർക്ക് ചെയ്താണ്. ഇപ്പോൾ നമ്മുടെ മൈക്കുമായിട്ടും നല്ല സുഹൃത്തായിട്ട് തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു അയൽക്കാരായിട്ടുള്ള ബ്രാഡി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യന്റെ വീട്ടില് എന്തോ ഒരു പാർട്ടി നടക്കാണ്. അപ്പോൾ നമ്മുടെ മൈക്കിള്, ഗ്രാൻഡ്, ബ്രൂക്ക് ഇവര് 3 പേര് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബ്രാഡി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യന്റെ അമ്മ, അവരുടെ പേര് ഷെർലി, അവരുടെ ഭർത്താവിന്റെ പേര് ഒലിവർ. അപ്പോൾ ഷെർലി ആണെങ്കിലും ഇവരെ കണ്ടിട്ട് ഒലിവർ നമ്മുടെ വീട്ടിലേക്ക് ആരാ വന്നതെന്ന് നോക്കിയേ മൈക്കിൾ എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തോടെ തന്നെ ഇവരകത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു വീടിന്റെ പുറകിലേക്ക് വരുമ്പോൾ ഈ ഒരു അയൽക്കാരായിട്ടുള്ള ഒരുപാട് പേര് ആ ഒരു പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒലിവറും മൈക്കിളും സംസാരിക്കുമ്പോഴത്തേക്കാണ് മൈക്കിൾ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണെന്ന് പറയും. അല്ല നിനക്ക് റെസ്റ്റൻ മാൾ അറിയോ? അറിയാം, അത് ഡിസൈൻ ചെയ്തത് ഞാനാണ് എന്ന് നമ്മുടെ ഒലിവർ പറയുമ്പോൾ അങ്ങനെയാണല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുമ്പോൾ ഷെർലിയും ബ്രൂക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മൈക്കിളിന്റെ മകൻ ഗ്രാൻഡും ഒലിവറിന്റെ മകൻ ബ്രാഡി അവനും ആ ഒരു ചെറിയ കുട്ടികളും കൂടി ചേർന്നിട്ട് മറ്റൊരു ഇങ്ങനെ കളിക്കാണ്. അങ്ങനെ ഒരുപാട് നേരം ഇവരെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമ്മുടെ മൈക്കിൾ ഇപ്പോഴും വീട്ടിൽ പോയിട്ടില്ല. മൈക്കിൾ ഇപ്പോഴും ഒലിവറിനോട് സംസാരിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഗ്രാൻഡും ബ്രാഡിയും നല്ലതുപോലെ കളിക്കുന്ന കാണുമ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, എന്റെ മകൻ ഇതുപോലെ സന്തോഷിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി. അവന്റെ അമ്മ മരിച്ചതിന് ശേഷം അവൻ അത്ര നല്ല സുഹൃത്തുക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറയുന്ന കേൾക്കുന്ന നമ്മുടെ ഒലിവർ പെട്ടെന്ന് പറയും, അത് നീ പറഞ്ഞത് ശരിയാണ്, സുഹൃത്തുക്കളില്ലാതെ നമ്മുടെ ജീവിതം ഒരിക്കലും പൂർണ്ണമാവത്തില്ല, അവരെപ്പോഴും നമുക്ക് ആവശ്യമാണ്.
അങ്ങനെ ആ ഒരു പാർട്ടിയെല്ലാം കഴിഞ്ഞ് മൈക്കിൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവൻ അന്ന് വന്ന ആ ഒരു കത്തുകളും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു ലെറ്ററിൽ ഒലിവറിന്റെ പേര് എഴുതിയിരിക്കുന്നു. അയ്യോ, അറിയാതെ എന്തോ ഒലിവറിന്റെ ലെറ്റർ ഇവ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് അതെന്തായാലും കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞ് ഒലിവറിന്റെ വീട്ടിലേക്ക് മൈക്കിൾ ആ ഒരു കത്ത് കൊണ്ടിങ്ങനെ കൊടുക്കാണ്. അപ്പൊ അത് തുറന്ന് വായിച്ച ഒലിവർ പറയുന്നത് മനസ്സിലായി, ഇവൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ ഒരു ലെറ്റർ വന്നിട്ടുള്ളത്. അതുമല്ല, ഇത്ര വർഷം കഴിഞ്ഞതുകൊണ്ട് ഒരു റീയൂണിയൻ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് ചെല്ലാൻ വേണ്ടിയിട്ട് അയച്ച ഒരു ലെറ്ററാണ്. അങ്ങനെ ഒലിവർ ആയാലും ആ ഒരു ലെറ്റർ അധികമായിട്ട് അങ്ങനെ വായിച്ചു നോക്കാതെ അത് കീറി അപ്പോഴേ കളയാണ്. പക്ഷെ ഇതാണെങ്കിലും നമ്മുടെ മൈക്കിള് അത്ര വലിയ കാര്യമാക്കത്തില്ല. അങ്ങനെ മൈക്കിൾ ആയാലും ആ ഒരു വീടെല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് കാണുന്ന സമയത്താണ് അവിടെ വലിയൊരു ബ്ലൂ പ്രിന്റ് ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഒലിവറിനോട് ചോദിക്കുമ്പോൾ ഒലിവർ പറയും, ഇതുപോലെ അവൻ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. അപ്പൊ ഇത് എന്ത് പ്രോജക്റ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പുതിയ മാളിനെ പറ്റിയുള്ള പ്രോജക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒലിവർ എന്തോ ഒളിപ്പിക്കുന്നത് പോലെയാണ് മൈക്കിളിനോട് സംസാരിക്കുന്നത്. ഇത് മൈക്കിളിന് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൈക്കിൾ നേരെ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് വന്ന് അവന്റെ ആ ഒരു ഗേൾഫ്രണ്ട് ബ്രൂക്ക് ഉണ്ടല്ലോ അവളോട് പറയും, ഇതുപോലെ ഒലിവർ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ മൈക്കിൾ? അല്ല, ഞാൻ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഷോപ്പിംഗ് മാളിന്റെ പ്രോജക്റ്റിനായിട്ട് ചെയ്ത ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, അതാണെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ബ്രൂക്ക് പറയും, ഹേയ് അതൊന്നും വലിയ കാര്യമാക്കണ്ട, അതവന്റെ ജോലിയല്ലേ, അതിൽ നിനക്ക് ഇത്ര സംശയിക്കാൻ എന്താ? ഇല്ല, അത് അങ്ങനെ ആയിരുന്നില്ല, ഞാനത് നോക്കിയിരുന്നു, അതൊരു ഷോപ്പിംഗ് മാൾ അല്ല, അതൊരു ബിൽഡിംഗ് പോലെയാണ് കണ്ടത്. അപ്പോൾ അവൾ പറയും, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് എന്തെങ്കിലും ചെയ്യാനാണെങ്കിലോ? ഇല്ലില്ല, അങ്ങനെയല്ല, അതൊരു ഷോപ്പിംഗ് മാളിലെ ഈ കടകൾ പോലെയൊന്നും തോന്നിയില്ല, അതൊരു ബിൽഡിംഗ് പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ബ്രൂക്ക് പറയും, ഒരുപക്ഷെ അവനത് വേറെ ഏതെങ്കിലും പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും, അത് വലിയ കാര്യമാക്കണ്ടെന്നും പറഞ്ഞിട്ട് അവനോടൊപ്പം കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം നമ്മുടെ മൈക്കിള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത്തവണയും ഈ ഒരു തീവ്രവാദം ഉണ്ടല്ലോ അതിനെപ്പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. അതുമല്ല, അവൻ ക്ലാസ് എടുക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വരെ നല്ല പേടിയാവുന്നുണ്ട്. കാരണം അത്ര തീവ്രമായിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇപ്പോ ഈ ഒരു തീവ്രവാദത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഗവൺമെന്റ് ആണെന്നും ഇതുപോലെ തീവ്രവാദ സംഘടനകൾ പല രാജ്യത്തും ഉണ്ടാവാൻ കാരണം തന്നെ ഒരു അവിടുത്തെ ഗവൺമെന്റ് ആണെന്നും ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം ഓരോന്നായിട്ട് എടുത്തിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിൾ നേരെ പോകുന്നത് ഗ്രാൻഡിന്റെ സ്കൂളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ഒലിവറിന്റെ മകൻ ബ്രാഡി ഉണ്ടല്ലോ, അവനും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. കൂടാതെ ഇന്ന് അവിടെ ഒരു സെറിമണി നടക്കുന്നുണ്ട്, വേറൊന്നുമല്ല, അവിടെ ഒരു സ്കൗട്ട് ടീമുണ്ട്, അതിലേക്ക് നമ്മുടെ ഗ്രാൻഡിനെയും ബ്രാഡിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അത് കാണാനായിട്ടാണ് ഇവർ അവിടേക്ക് ചെന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിളും ബ്രൂക്കും നേരെ പോകുന്നത് ഒലിവറിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് ഇവര് സാധാരണ രീതിയിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഷെർലി ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് മൈക്കിളിനോട് സംസാരിക്കാൻ തുടങ്ങും. അതുമല്ല, അവന്റെ മുൻ ഭാര്യ ഉണ്ടല്ലോ, അവള് മരിച്ചതിനെ പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ മൈക്കിള് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അവന്റെ ഭാര്യ മരിക്കാൻ ഒരു വിധത്തില് അമേരിക്കക്കാരും കാരണമാണെന്നുള്ള രീതിയിലാണ് അവനിങ്ങനെ സംസാരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ നമ്മുടെ മൈക്കിൾ സംസാരിച്ച് ദേഷ്യപ്പെടുമ്പോൾ ബ്രൂക്ക് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കും. പക്ഷേ മൈക്കിൾ ആണെങ്കിൽ ഇപ്പോഴും ആ സംസാരിക്കുന്നത് വലിയ രീതിയിൽ നിർത്താതെ കുറച്ച് ഓവറായിട്ട് തന്നെ സംസാരിക്കും. ഇത് കാണുന്ന ഒലിവറിനും ഷെർലിക്കും എന്തോ പോലെയായി. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ മൈക്കിളായാലും താൻ കുറച്ച് ഓവറായെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയെന്ന് നിൽക്കാണ്. ആ ഒരു സമയത്ത് ഒലിവർ പുറകെ വന്ന്, അല്ല മൈക്കിൾ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല, അതെന്തോ ആട്ടെ, അത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മകനുണ്ട്, അവന് വേണ്ടി നിങ്ങൾ നല്ലതുപോലെ ജീവിക്കണം, ഈ ഒരു പഴയ കാര്യങ്ങളെല്ലാം മറക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഒലിവർ മൈക്കിളിന്റെ മകൻ ഗ്രാൻഡ് ഉണ്ടല്ലോ, അവൻ ഈ ഒരു ബേസ്ബോൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് നല്ലതുപോലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ട് അടുത്തേക്ക് വരുന്ന നമ്മുടെ മൈക്കിൾ നോക്കുമ്പോൾ ഒലിവറിന്റെ മകൻ ബ്രാഡിയാണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ മൈക്കിൾ ആലോചിക്കുന്നുണ്ട്, അല്ല അവന്റെ മകനെ പഠിപ്പിച്ചു കൊടുക്കാതെ എന്റെ മകനെ എന്തിനാ ഇവനിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നേ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മുടെ ഒലിവറിനെ വെളിയിലേക്ക് വിളിച്ചിട്ട്, അല്ല നിന്റെ മകൻ എന്താ പഠിപ്പിച്ചു കൊടുക്കാതെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒലിവർ പറയും, അല്ല മൈക്കിൾ, അവൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ ഗ്രാൻഡിന് ഇത് നല്ല ഇൻട്രസ്റ്റ് ആണ്. അല്ല, നീ ഗ്രാൻഡിന് ഇതുപോലെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ മൈക്കിൾ പറയും, അല്ല അവന്റെ അമ്മ മരിച്ചതിന് ശേഷം എന്നോട് അധികം അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് പഠിപ്പിക്കാണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഒലിവർ പറയും, അതെ നിന്റെ ഭാര്യ മരിച്ചതിനെ പറ്റി ഞാൻ ഗ്രാൻഡിനോട് ചോദിച്ചിരുന്നു, അവന് കുറച്ച് അപ്സെറ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച്, നീയാണെങ്കിൽ അവനോട് ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റിയെല്ലാം സംസാരിച്ച് അവൻ ഇന്ന് കൂളാക്കാൻ നോക്ക് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ മൈക്കിളിനെ പെട്ടെന്ന് എന്തോ പോലെ ദേഷ്യം വരുന്നത് പോലെ ആവും. അപ്പോൾ മൈക്കിൾ ഒലിവറിനോട് ചോദിക്കും, അല്ല നീ എന്തിനാ എന്റെ ഭാര്യ മരിച്ചതിനെ പറ്റി എന്റെ മകനോട് ചോദിക്കുന്നേ, അത് ഞങ്ങളുടെ കുടുംബകാര്യല്ലേ, അതിലെന്തിനാ നീ വെറുതെ ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒലിവർ അതൊന്നും വലിയ കാര്യമൊക്കെ, ഇതിലൊക്കെ എന്തിരിക്കുന്നു, ഇനിയിപ്പോ നമ്മൾ നല്ലതുപോലെ അടുത്തില്ലേ, നല്ല സുഹൃത്തുക്കളാണ്, നമ്മളെല്ലാവരും ഒരു വീട്ടുകാരാണ് എന്നുള്ള രീതിയിൽ അവനിങ്ങനെ സംസാരിച്ച് അകത്തേക്ക് പോകണം. അല്ലെങ്കിൽ തന്നെ നിങ്ങളന്ന് ചിന്തിച്ച് നോക്ക്, ഒരാളുടെ ഭാര്യ മരിച്ചു, അയാൾ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ കഴിയാണ് തന്റെ മകനെയും കൊണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു പയ്യനോട് തന്നെ അമ്മ മരിച്ചതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് അതെങ്ങനെ ഉണ്ടാവും? ആ ഒരു ദേഷ്യം തന്നെയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോ ഒലിവറിനോട് തോന്നുന്നത്. പക്ഷെ ഒലിവർ ആണെങ്കിലോ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് പോലും എടുക്കുന്നില്ല. അങ്ങനെ ഇതുപോലെ തന്നെ ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോവാണ്.
അങ്ങനെ ഇരിക്കുന്ന ദിവസം നമ്മുടെ മൈക്കിള് ഈ ലെറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോക്സിനടുത്തേക്ക് ഇങ്ങനെ വരുമ്പോ ഒലിവർ, ഗ്രാൻഡ്, ബ്രാഡി ഇവര് മൂന്നുപേരും നല്ലതുപോലെ കളിക്കുന്നുണ്ട്. അങ്ങനെ മൈക്കിളായാലും അത് കണ്ടിട്ട് ഇപ്പൊ ഗ്രാൻഡ് ആണെങ്കിലും ഒരുപാട് നാളായിട്ട് ഒലിവറിന്റെ വീട്ടിൽ പോയി തന്നെയാണ് കളി. അവൻ ഇവന്റെ വീട്ടിലേക്ക് വരുന്നത് പോലുമില്ല. ഓക്കെ, അങ്ങനെ ലെറ്റർ ബോക്സ് തുറന്ന് അതിലുള്ള ലെറ്റർ എടുക്കുമ്പോഴത്തേക്കും ഒലിവറിന്റെ പേരിൽ അവന്റെ കോളേജിൽ നിന്നും ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ലെറ്റർ ഇത്ര നാളായിട്ട് നമ്മുടെ ഒലിവർ എടുത്തിട്ടില്ല. അതുപോലെ ഗ്രാൻഡ് ആണെങ്കിൽ ഇപ്പോ ഒലിവറിനോട് നല്ല ക്ലോസ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് മൈക്കിൾ എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ ഒലിവറിന് വന്ന ആ ഒരു ലെറ്റർ എടുത്ത് നേരെ അകത്തേക്ക് പോകും. അങ്ങനെ ആ ഒരു ലെറ്റർ അകത്തേക്ക് കൊണ്ടുപോയ നമ്മുടെ മൈക്കിൾ എന്താ ചെയ്യുന്ന വെച്ചാല് അവന് ലെറ്റർ അയച്ച ആ ഒരു യൂണിവേഴ്സിറ്റി ആണല്ലോ അവിടേക്ക് വിളിച്ച് ഒലിവറിനെ പറ്റി ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കാണ് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മൈക്കിൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നേരെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ബ്രൂക്കിനെ പോയി കണ്ടിട്ട് അവളോട് ആ ഒരു കാര്യം പറയാണ്. ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അങ്ങനെ അടുത്ത ദിവസം തന്നെ ഈ ഒരു കാര്യം ബ്രൂക്കിനോട് പറയാനായിട്ട് അവൻ കോളേജിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ അയൽക്കാരനായിട്ടുള്ള ഒലിവറില്ലേ അവന് വന്നൊരു കത്ത്, അത് ഞാൻ എടുത്ത് വായിച്ചിരുന്നു. അത് അവൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വന്നത്. അതുപോലെ ഒലിവർ ആണെങ്കിൽ ഈ ഒരു ലെറ്റർ ഒരിക്കലും എടുത്തിരുന്നില്ല. ഞാൻ അങ്ങനെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു കോളേജിൽ പഠിച്ച എല്ലാവരും ഒരു റീയൂണിയൻ വെക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒലിവറിനെ ഇവർ വിളിക്കുമായിരുന്നു. അപ്പൊ ബ്രോക്ക് ചോദിക്കും, അല്ല അതിനിപ്പോ എന്താ? അല്ല നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഒലിവർ ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല. ഒന്നുകിൽ അവൻ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ട്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവൻ ഒരേ കോളേജിൽ 2 കോഴ്സ് പഠിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ അവൻ നമ്മളോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തിനാ അവൻ നമ്മളോട് കള്ളം പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ബ്രോക്ക് പറയും അതവന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അല്ല ഇതൊക്കെ ഇത്ര കാര്യമാക്കി എടുക്കുന്ന എന്തിനാ? ഒരു പക്ഷെ അവൻ പഠിച്ച കാര്യം നിന്നോട് പറയാതിരുന്നതാണെങ്കിലോ? അവൻ പഠിച്ചത് ചിലപ്പോ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരിക്കും. അത് കഴിഞ്ഞ് അവന് ജോലി കിട്ടിയത് ഈ ഒരു മേഖലയിലും. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമൊക്കെ എടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മൈക്കിൾ പറയും, ഹേയ് അതങ്ങനെയല്ല. ഒലിവർ എന്നോട് പറഞ്ഞത് അവൻ പഠിച്ചത് കാൻവാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പക്ഷെ ആ ഒരു ലെറ്റർ അവന് വന്നിട്ടുള്ളത് പെൻസിൽവേനിയ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ അവൻ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ എന്നോട് തെറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച 2 പേരുണ്ടായിരിക്കണം. അവിടെയുള്ളവര് ഇവന് ലെറ്റർ മാറ്റി അയച്ചതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ വേറെ എവിടെയോ പഠിച്ചിട്ട് ഇതിന് പിറകില് മറ്റെന്തോ ഒരു കാര്യം അവ ഒളിപ്പിക്കുന്നുണ്ട്. പക്ഷെ മൈക്കിൾ ഇത്ര പറഞ്ഞിട്ടും നമ്മുടെ ബ്രോക്ക് അതൊന്നും വലിയ കാര്യമാക്കാതെ അവൾ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ മൈക്കിൾ എന്തായാലും ഇത് വെറുതെ വിടാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാൻവാസ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അവിടെ ആ ഒരു വർഷം പഠിച്ച വിദ്യാർത്ഥികളുടെ ഫോട്ടോസ് എല്ലാം ഒരു ഡയറിയിൽ വെച്ചിട്ടുണ്ട്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും അവരുടെ ഫോട്ടോസ് എല്ലാം ഒരു ഡയറി ആയിട്ട് ഇങ്ങനെ മാറ്റും. അതേപോലെ ഒരു ഡയറി ഇപ്പോൾ നമ്മുടെ ഹീറോ എടുത്തിട്ട് അതിനകത്ത് ഒലിവർ ഉണ്ടോ ഇല്ലേ ഇങ്ങനെ നോക്കാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് അതിൽ ഒലിവറിന്റെ ഫോട്ടോ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ 20 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഡയറിയാണ്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഓഹോ അതിലൊരു ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, അതിലുള്ളത് ഒലിവർ എന്നുള്ള പേരല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒലിവർ പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാണ്. കാൻവാസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അവൻ പഠിച്ചത്. പക്ഷേ പെൻസിൽവേനിയ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് അവൻ എങ്ങനെ ലെറ്റർ വരണം? അതുപോലെ നമ്മുടെ ഒലിവറിന്റെ പേര് മറ്റൊന്നാണെന്നല്ല പറഞ്ഞത്. അവന്റെ യഥാർത്ഥ പേരെന്താണെന്ന് വെച്ചാൽ വില്യം ഫെർമാൻ. ഇതും കൂടി കാണുന്നത് നമ്മുടെ ഹീറോ നല്ലതുപോലെ ഷോക്കായിട്ട് ഒലിവർ എന്ന് പറഞ്ഞ അവന്റെ യഥാർത്ഥ പേര് വില്യം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവൻ അവന്റെ പേര് മാറ്റിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. ഇവന്റെ പുറകില് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട് എന്ന് നമ്മുടെ ഹീറോ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വേറൊരു പ്രശ്നം. ഗ്രാൻഡ് ഉണ്ടല്ലോ, ഗ്രാൻഡ് ഒലിവറിന്റെ മകനായിട്ടുള്ള ബ്രാഡി ആയിട്ട് അവിടെ സ്കൂളിൽ വെച്ച് എന്തോ ഒരു ക്യാമ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുകയാണ്. പക്ഷെ ഹീറോയ്ക്ക് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ നല്ല പേടിയായതുകൊണ്ട് ഗ്രാൻഡിനെ വിടാനായിട്ട് തയ്യാറല്ല. പക്ഷെ ഗ്രാൻഡ് ആണെങ്കിലോ അത് സമ്മതിക്കത്തില്ല. നല്ലതുപോലെ ദേഷ്യപ്പെട്ട് ഞാൻ എന്തായാലും അവനോടൊപ്പം പോവും, ആ ഒരു ക്യാമ്പിങ്ങിന് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് എന്നെ സംസാരിക്കുന്നു. എന്നിട്ട് ദേഷ്യപ്പെട്ട് നേരെ മുറിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോ ആണെങ്കിലോ അവിടെയുള്ള അവന്റെ ഭാര്യയുടെ ഫോട്ടോ അത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രൂക്ക് അവിടേക്ക് വന്നിട്ട് മൈക്കിനോട് പറയും, ഓക്കെ മൈക്ക് നീ വിഷമിക്കണ്ട, അവൻ എന്തായാലും ഞാൻ സമാധാനപ്പെടുത്താം. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൈക്കിന് ഇപ്പോഴും നല്ല പേടിയുണ്ട്. അതുകൊണ്ട് അവന്റെ വൈഫിന്റെ ഫോട്ടോ അവനിങ്ങനെ നോക്കി നിൽക്കാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മൈക്ക് അവന്റെ കോളേജ് സ്റ്റുഡൻസിനെ എല്ലാം കൂട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഈ ഒരു നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു വിദ്യാർത്ഥികളെല്ലാം കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ നടന്ന ആ ഒരു കാര്യം അതെന്താണെന്ന് വിശദീകരിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ആ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും കുറച്ച് FBI ഏജന്റുമാരും 1-2 പോലീസുകാരുമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അപ്പൊ അതിന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് ക്രേവർ എന്ന് പറഞ്ഞിട്ട് മൈക്കിളിന്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഫ്രണ്ടും അതേപോലെ തന്നെ ആ ഒരു ടീമിൽ മൈക്കിളിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കാടിനകത്തായിട്ട് ഒരു വീട്ടിലെ കുറച്ച് തീവ്രവാദികൾ വന്നെന്നും പറഞ്ഞിട്ട് അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ദൂരെ നിന്ന് ഇവർ ഈ ഒരു കാര്യം നോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു കാടിനുള്ളിലൂടെ ഒരു ചെറിയ പയ്യൻ ഇറങ്ങി വരുന്നു. അപ്പൊ ആ ഒരു പയ്യനോട് മൈക്കിളിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളവിടേക്ക് വന്നിട്ട് ആ ഒരു പയ്യനോട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കും. അവൻ പറയും ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കും, അല്ല ആ ഒരു വീട്ടിൽ ആരാണ് താമസിക്കുന്ന അറിയോ എന്ന് ചോദിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ചെറിയ പയ്യൻ പെട്ടെന്ന് ഇവരുടെ അടുത്ത് നിന്ന് ആ ഒരു വീടിനടുത്തേക്ക് ഓടാണ്. വേറെ ഒന്നല്ല, ആ ഒരു വീട്ടിലുള്ള പയ്യനായിരുന്നു അത്. അതുമല്ല ഇവൻ ഓടുമ്പോൾ തന്നെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട്, ചേട്ടാ ആ ഒരു പോലീസുകാർ വീടിനടുത്തേക്ക് വന്നിട്ടുണ്ട്
എന്നും പറഞ്ഞു ഓടുമ്പോൾ ആ ഒരു ശബ്ദം കേട്ട് ആ ഒരു വീടിനടുത്ത് നിന്നും 1-2 പയ്യന്മാര് വന്നിട്ട് അവരുടെ കയ്യിൽ തോക്കെല്ലാം ഉപയോഗിച്ച് ഈ ഒരു FBI ഏജന്റും പോലീസുകാര് ഇവരെല്ലാവരും ഷൂട്ട് ചെയ്യാണ്. അതുപോലെ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവനും അവനെയും കാട്ടി വലിയൊരു തോക്കും എടുത്ത് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അങ്ങനെ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഷൂട്ട് ഔട്ടിലെ ആ ഒരു ചെറിയ പയ്യനെ ഒരു പോലീസുകാരെ ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു 2 പോലീസുകാരെ അവർ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു കുടുംബത്തിലുള്ള ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അങ്ങനെ അതിലൊരു പോലീസുകാരനെ രക്ഷിക്കാൻ വേണ്ടി മൈക്കിളിന്റെ ഭാര്യ ആ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഒരു ലേഡി ഉണ്ട്. അവരവരുടെ കൊച്ചുമായിട്ട് വന്ന് അവരുടെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ട്. അത് ഉപയോഗിച്ച് മൈക്കിളിന്റെ ഭാര്യ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ഇത്രയും കാര്യം നമ്മുടെ മൈക്കിള് ഈ ഒരു സ്റ്റുഡൻസിനോട് എല്ലാവരും പറഞ്ഞു. അവൻ നല്ലതുപോലെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ ദേഷ്യത്തോടെ തന്നെ ഈ ഒരു സ്റ്റുഡൻസിനോട് പറയുമ്പോൾ അവരിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിളിനെ അവന്റെ ഭാര്യ മരിച്ചത് കൊണ്ട് ഈ ഒരു ഗവൺമെന്റിനോട് നല്ല ദേഷ്യമുണ്ട്. ആ ഒരു രീതിയിലാണ് മൈക്കിള് പല തവണയും ഗവൺമെന്റിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിളായാലും കുറച്ച് ദേഷ്യത്തോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ കാമായിട്ട് ഓക്കെ എന്നെല്ലാം പറഞ്ഞ് അവരോട് സാധാരണ രീതിയിൽ സംസാരിച്ച് ആ ഒരു സ്റ്റുഡൻസിനെ വിളിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ടെൻഷനാണ്. വേറെ ഒന്നുമല്ല, ഗ്രാൻഡ് ഇപ്പോൾ ബ്രാഡിയായിട്ട് കൂട്ടുകൂടിയിട്ട് ആ ഒരു ക്യാമ്പിങ്ങിന് പോകണമെന്ന് പറയാണ്. ഇപ്പൊ ഈ ഒരു അവസരത്തിലെ ഗ്രാൻഡിനെ എങ്ങനെ ബ്രാഡിയോടൊപ്പം പറഞ്ഞുവിടും എന്നാണ് മൈക്കിൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ ആ ഒരു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഗ്രാൻഡിനെ മൈക്കിൾ കൊണ്ടുപോവാണ്. അങ്ങനെ പറഞ്ഞു വിടുന്നതിന് മുന്നേ തന്നെ ഗ്രാൻഡിനോട് പറയുന്നുണ്ട്, ഗ്രാൻഡ് വേറെ ആര് വന്ന് വിളിച്ചാലും പരിചയമില്ലാത്ത ആര് വന്ന് വിളിച്ചാലും പോകരുത്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാലേ നിങ്ങളുടെ മാസ്റ്റർ ഉണ്ടല്ലോ പുള്ളിയോട് കാര്യം പറയണം. അപ്പൊ ഗ്രാൻഡ് അവിടെ നിന്ന് ഓടി പോകുമ്പോ തന്നെ മൈക്കിൾ മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ അവിടെ ഒലിവറും ഷെർലിയും ബ്രാഡിയെ കൊണ്ടാക്കാൻ വന്നിട്ട് നമ്മുടെ മൈക്കിളിനെ കാണുമ്പോൾ പെട്ടെന്ന് കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ മൈക്കിളിനാണെങ്കിലോ നമ്മുടെ ഒലിവറിനെ കാണുമ്പോൾ നല്ല ടെൻഷനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് നമ്മുടെ മൈക്കിൾ ഇപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാല് ആ അയൽക്കാരന്റെ പേര് എന്തായാലും ഒലിവർ എന്നല്ല, അവന്റെ യഥാർത്ഥ പേര് വില്യം എന്നാണ്. പക്ഷെ ഒലിവർ എന്നുള്ള പേരാണ് അവനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോ പെൻസിൽവേലിയ ആ ഒരു സ്ഥലത്ത് നിന്നും ഒലിവർ എന്ന പേരിലെ ഒരു ലെറ്ററുകൾ വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഒലിവർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തൻ അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഈ ക്രിമിനോളജി ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിലും 1-2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെല്ലാം വിളിച്ചിട്ട് ഇതുപോലെ ഒലിവർ ലൈൻ എന്ന് പറഞ്ഞ ആ ഒരുത്തന്റെ പേര് പറഞ്ഞ് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ഒലിവർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തൻ 2 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു. അതുമല്ല, ഇപ്പോ ഒലിവർ എന്ന് പേരിട്ടിരിക്കുന്ന വില്യം ഉണ്ടല്ലോ, അവൻ ഒഫീഷ്യലായിട്ട് തന്നെ ഒലിവർ ലൈനിന്റെ പേര് അവൻ മരിച്ചതിന് ശേഷം ആ ഒരു പേര് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട നമ്മുടെ മൈക്കിളാണെങ്കിലും അടുത്തുള്ള ഒലിവർ ലൈൻ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ എന്തോ വലിയൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്തായാലും മനസ്സിലാക്കിയേ പറ്റൂ എന്ന് തന്നെ തീരുമാനം എടുക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം FBI ഏജന്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ക്രേവർ ഉണ്ടല്ലോ അവനോട് പറയാന്ന് പറഞ്ഞ് പോകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മൈക്കിൾ എന്തിനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെറുതെ പുറകെ പോകുന്നത് എന്ന് എന്തായാലും ക്രേവർ ചിന്തിക്കും. അതുകൊണ്ട് തന്റെ ഫ്രണ്ടിന് ഇതുപോലൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മൈക്കിള് ഇപ്പൊ ക്രേവനോട് ആ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ ക്രേവൻ പറയും, ഓക്കെ എന്തായാലും അവൻ പഠിച്ച ആ ഒരു യൂണിവേഴ്സിറ്റി അതിന്റെ പേരും അവന്റെ പേരും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്തായാലും അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ മൈക്കിളിനാണെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി അത് കൂടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മൈക്കിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഒലിവറിന്റെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോറിനടുത്തേക്ക് ചെന്ന് ബെല്ലടിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്ന് ഒലിവറിന്റെ ബാക്കി 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. അവർ 2 പേരും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൾ പറയും, അല്ല മോളെ അച്ഛനില്ലേ വീട്ടില്? ഇല്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ വീടിനകത്തോട്ടൊന്ന് കയറിക്കോട്ടെ, എനിക്കൊരു ഫോൺ ചെയ്യണമായിരുന്നു. അങ്കിളിന്റെ വീട്ടിലെ കീ അങ്കിളുടെ വൈഫ് കൊണ്ടുപോയി, അതുപോലെ അങ്കിളുടെ കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല, അതുകൊണ്ട് എന്റെ ഭാര്യയെ വിളിക്കാനാണ് എന്ന് പറയുമ്പോൾ അവര് പറയും, പരിചയമില്ലാത്തവരകത്ത് കയറ്റരുതെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഇല്ല മോളെ അങ്ങനെയല്ല, എന്നെ അറിയത്തില്ലേ, ഇതേ ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, അച്ഛന് നല്ലതുപോലെ അറിയാം ഇതെല്ലാം പറഞ്ഞിട്ട് കുട്ടികളെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അവൻ പതിയെ അകത്തേക്ക് കയറും. എന്നിട്ട് കുട്ടികളോട് പറയും, ശരി നിങ്ങൾ TV ആണോ ഇല്ലായിരുന്നോ? TV തന്നെ കണ്ടോ, അങ്കിള് പോയി ഫോൺ വിളിച്ചോളാം, ഫോൺ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറയുന്ന ആ ഒരു സമയത്ത് മൈക്കിൾ നേരെ ഒലിവറിന്റെ ആ ഒരു റൂമിനകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് ഫോൺ വിളിക്കുന്നത് പോലെ അവിടെ കിടന്ന് സംസാരിച്ചിട്ട് ആ ഒരു മുറിയിൽ എന്തെങ്കിലും കിട്ടുമെന്നിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ടും വലിയ രീതിയിൽ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവിടെ അന്വേഷിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടുന്നു. അങ്ങനെ ആ ഒരു ബ്ലൂ പ്രിന്റ് എടുത്ത് നോക്കുന്ന സമയത്താണ് അത് ഇനി കെട്ടാൻ പോകുന്ന ഒരു സ്ഥലത്തിന്റെ ബ്ലൂ പ്രിന്റ് അല്ല, ആൾറെഡി കെട്ടിവെച്ച ഒരു ബിൽഡിങ്ങിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഓക്കെ, അതും എടുത്ത് നോക്കിയിട്ട് അവിടെ ചുമരിൽ നോക്കുമ്പോൾ അവിടെ 2 ഫ്രെയിം ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതിലും ഇതേപോലെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫ്രെയിമിന് അടിയിലായിട്ട് മറ്റൊരു പേപ്പർ ഇങ്ങനെ കാണുന്നു. അപ്പൊ മൈക്കിളായാലും ആ ഒരു പേപ്പർ എന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ അത് കൈയിടിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതും പുറകിലൂടെ ഷെർലി, ഹേയ് മൈക്ക് നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഹേയ് ഒന്നുമില്ല, ഈ ഒരു ഫോട്ടോ അത് വീഴാനായിട്ട് പോയായിരുന്നു, അതിനു മുമ്പേ ഞാൻ പിടിച്ചതാണ്,
അപ്പോൾ ഷെർലി പറയും, അല്ല കുട്ടികൾ എന്നോട് പറഞ്ഞിരുന്നു നീ വീടിനകത്തേക്ക് വന്നത് എന്നുള്ള രീതിയിൽ അവ ഇവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും കാണാത്ത രീതിയിൽ തന്നെ അവള് സംസാരിക്കുന്നുണ്ട്. കണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ല. മൈക്കായാലും അതിനെപ്പറ്റി കൂടുതലും സംസാരിക്കാതെ ഓക്കെ ഞാൻ എന്തായാലും വെളിയിലേക്ക് പോവാണ്, ഒലിവർ വരുമ്പോൾ അവനോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് മൈക്ക് പെട്ടെന്ന് വെളിയിലേക്ക് പോകും. വെളിയിലേക്ക് പോകുമ്പോൾ ആ ഒരു കുട്ടികള് അങ്കിളിന്റെ ഫോണെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കാണ് ആഹാ കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഷെർലി അതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ മൈക്കിൾ ആ ഒരു ഫോണും വാങ്ങി അവന്റെ വീടിന് വെളിയിൽ തന്നെ നിൽക്കാണ്. കാരണം അവന്റെ കയ്യിൽ കീ ഉണ്ട്, പക്ഷെ തുറന്ന് കയറത്തില്ല. വേറെ ഒന്നുമല്ല, ഇവരോട് കള്ളം പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്, അവർക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് നമ്മുടെ ബ്രൂക്ക് അവിടേക്ക് വരുമ്പോ മൈക്കിൾ ആദ്യം തന്നെ പറയുന്നത്, ദേ കീ നിന്റെ കയ്യിൽ ഞാൻ തരാം, ഒന്നും അറിയാത്തതുപോലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി, ഞാൻ പുറകെ തന്നെ വരാം, അതിനെല്ലാം വേറെ കാരണമുണ്ടെന്നും പറഞ്ഞിട്ട് ബ്രൂക്ക് പതിയെ ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ ഇവന് പുറകെ ഇങ്ങനെ പോകുന്നു. അതുപോലെ ഇപ്പോൾ ഒലിവറിനെ പറ്റി നല്ലതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്കിളിന് ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അവനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞേ പറ്റൂ. അങ്ങനെ അതിനുവേണ്ടി മൈക്കിൾ ഇപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ വില്യം ഫെർമാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേരിൽ ഗൂഗിളിലെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാണ്. അതുമല്ലാതെ അവിടെയുള്ള പഴയ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ചെന്നിട്ട് ആ ഒരു പേരിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു പഴയ ആർട്ടിക്കിള് ആ ഒരു പേരിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ചാല് വില്യം ഫെർമാൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ 12-13 വയസ്സുള്ള ആ ഒരു സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് കാണിക്കുമ്പോൾ അവന്റെ 12-13 വയസ്സുള്ള ആ ഒരു പ്രായത്തിൽ തന്നെ അവൻ ഈ ഒരു സിറ്റിക്ക് വെളിയിലാണ് താമസിച്ചിരുന്നത്. അതുപോലെ വില്യമിന്റെ അച്ഛനാണെങ്കിലും ഒരു കൃഷിക്കാരനാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു പുഴ തന്നെ ഉണ്ട്. ആ ഒരു പുഴയിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവര് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ ആ ഒരു നാട്ടിലെ ഗവൺമെന്റ് ആ ഒരു പുഴയെ തടഞ്ഞു വെച്ച് അവിടെ വേറെ എന്തോ ഒരു ബിൽഡിംഗ് കെട്ടി. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാതെ ഇവരുടെ കൃഷിയെല്ലാം നശിച്ചു പോകായിരുന്നു. അങ്ങനെ ഇവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. കന്നുകാലികൾ ഒരുപാടുണ്ട്, പിന്നെ കൃഷിയില്ലാത്തത് കൊണ്ട് തന്നെ ജീവിക്കാനായിട്ട് ഒരുപാട് കടം വാങ്ങി. അങ്ങനെ വേറെ വഴിയില്ലാതെ അവരുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ഈ ഒരു ഗവൺമെന്റ് അവിടെ കെട്ടിയ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ആ ഒരു പോസ്റ്റ് ഓഫീസാണ്. അതുകൊണ്ട് തന്നെ അത് തകർക്കാന്നും പറഞ്ഞ് വില്യം ആ ഒരു പ്രായത്തിൽ തന്നെ 12-13 വയസ്സുള്ള ആ ഒരു പ്രായത്തിൽ തന്നെ ചെറിയൊരു ബോംബ് തയ്യാറാക്കി ആ ഒരു പോസ്റ്റ് ഓഫീസ് തകർക്കുകയും ചെയ്തു. പക്ഷെ ആരും മരിക്കുകയോ വേറെ അപകടമൊന്നും സംഭവിച്ചില്ല. എന്നിരുന്നാലും ഒരു തീവ്രവാദിയെ പോലെ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമ്മുടെ ഒലിവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം വായിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് ഇതുപോലെ മൈക്കിൾ അങ്ങ് പേടിച്ചു പോകും. ഒലിവർ വന്നിട്ട്, അല്ല മൈക്കിൾ നിന്നെ ഞാൻ അന്വേഷിക്കായിരുന്നു, നീ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്, അല്ല എന്താ വായിക്കുന്നതെന്ന് ചോദിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ആർട്ടിക്കിളിൽ എന്താണുള്ളതെന്ന് ഒലിവറിന് മനസ്സിലായി. അപ്പോൾ ഒലിവർ ആണെങ്കിലും മനസ്സിലാക്കി മൈക്കിൾ ഒലിവറിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒലിവറിനെ മൈക്കിളിനോട് സംസാരിക്കാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ശരി ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞ് ഒലിവർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ മൈക്കിൾ അതിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആദ്യം തന്നെ ബ്രൂക്കിനോട് അവൻ കണ്ടുപിടിച്ച് ഈ ഒരു കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറയും. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ബ്രൂക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേയ് ഇതൊക്കെ നിനക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അവന്റെ ഫാമിലി ആയിട്ട് ഒരു കുഴപ്പമില്ലാതാണ് ഇപ്പൊ ജീവിക്കുന്നത്. അവൻ അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടാവാം, പക്ഷെ അതെല്ലാം വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്ന് നീ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം വളരെ ഓവറാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രൂക്ക് നല്ല ദേഷിച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങും. അതുമല്ല ബ്രൂക്ക് പറയുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി അന്വേഷിച്ച് പോകുന്നത് കൊണ്ട് നിന്റെ മകനെ പറ്റി നീ അന്വേഷിക്കുന്നില്ല, എന്നോട് പഴയതുപോലെ സ്നേഹം കാണിക്കുന്നില്ല, ഇങ്ങനെയെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒന്ന് അകന്നിരിക്കാം, അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് അവള് പോകാനായിട്ട് വരുമ്പോൾ മൈക്ക് പുറകെ ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവള് പറയും, ഏയ് നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് അതൊരിക്കലും ശരിയാവത്തില്ല എന്നും പറഞ്ഞ് അവളവിടെ നിന്ന് പോവാണ്. അപ്പൊ ഈ ഒരു കാര്യം ഒലിവർ ഉണ്ടല്ലോ, അവന്റെ വീടിന് വെളിയിൽ നിന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അതേസമയം ഇവിടെ മൈക്കിള് വീണ്ടും അകത്തേക്ക് വന്നിട്ട് ഇവൻ കോളേജിലെ ആ ഒരു സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി, തീവ്രവാദ സംഘടനയെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി കുറെ സ്റ്റഡീസ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊരു സ്റ്റഡി എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കാര്യങ്ങൾ അവന് മനസ്സിലാവുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിൾ ഇപ്പൊ അവന്റെ ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒലിവർ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് എന്താ മൈക്കിൾ ഇപ്പൊ അധികമായിട്ട് നീ എന്നോട് സംസാരിക്കുന്നത് പോലെയല്ല, പഴയതുപോലെ അല്ലല്ലോ. അപ്പോ മൈക്കിൾ ആണെങ്കിലും അധികം ഒന്നും സംസാരിക്കാതെ ഇരിക്കുമ്പോ ഒലിവർ പറയും, അപ്പോ എന്നെ പറ്റിയുള്ള പഴയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ആരാണെന്നെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി വെച്ച് കാണുമല്ലോ, ഇപ്പൊ ഞാൻ എങ്ങനെയുള്ള ഒരാളാണ് എന്നെല്ലാം മനസ്സിലാക്കാനല്ലേ ശ്രമിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്കിൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, അതെ അത് സത്യം തന്നെയാണ്, നിന്നെ പറ്റി മനസ്സിലാക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത്, നീ ഒരു തീവ്രവാദിയാണ്, കുട്ടിക്കാലത്ത് നീ എന്ത് കാര്യമാണ് ചെയ്തതെന്ന് എനിക്കറിയാം, ഇപ്പോൾ നിന്റെ പേര് മാറ്റി മറ്റൊരാളുടെ പേരിൽ നീ ജീവിക്കുന്നു, നിന്റെ വീടിനകത്ത് കണ്ട ആ ഒരു ബ്ലൂ പ്രിന്റ് അത് നീ പറഞ്ഞതുപോലെ ഒരു ഷോപ്പിംഗ് മാളല്ല, അത് വേറെ എന്തോ ആണ്, സത്യം പറയ് നീ എന്താ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ഒലിവറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ കുറച്ചു നേരം നമ്മുടെ മൈക്കിളിനെ നോക്കിയിട്ട് കുറച്ച് സമാധാനപ്പെട്ട്, ഓക്കെ ശരി നീ വായിച്ചതും മനസ്സിലാക്കിയതും എല്ലാം ശരി തന്നെയാണ്, എന്റെ യഥാർത്ഥ പേര് വില്യം ഫെർമാൻ എന്നാണ്, എന്റെ 12ാമത്തെ വയസ്സിൽ വീടിനടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ഞാൻ ഇതേപോലെ ബോംബ് വെച്ചു, അതും സത്യമാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ അത് ചെയ്തത് എന്റെ അറിവില്ലാത്ത ആ ഒരു പ്രായത്തിലാണ്. അതിന് കാരണം എന്റെ അച്ഛൻ വേറെ വഴിയില്ലാതെ സൂയിസൈഡ് ചെയ്തു. അതിന് കാരണം ആരാണ്? ആ ഒരു ഗവൺമെന്റ്. ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ അന്ന് അങ്ങനെയെല്ലാം ചെയ്തത്. അതൊരു വലിയ ബിൽഡിംഗ് തകർക്കുന്നത് പോലെയൊന്നുമല്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു പടക്കം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒരുമിച്ച് കെട്ടി അവിടേക്ക് കൊണ്ടുവച്ചു, അത്ര മാത്രമേ ഉള്ളൂ.
അതും ഒരു ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തൊരു പ്രായം. എനിക്കറിവില്ലാത്ത ആ ഒരു പ്രായത്തിലാണ് എന്നെ ജയിലിലേക്ക് കൊണ്ടിട്ടത് തന്നെ. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി. പിന്നീട് നല്ലതുപോലെ പഠിക്കാൻ തുടങ്ങി. ഒരുപാട് നല്ലതുപോലെ പഠിച്ചു. ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചത് കാൻവാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അതുമല്ല, അടുത്ത ഒരു യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് സെമിനാർ എല്ലാം തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കേണ്ടത്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് യഥാർത്ഥ ഒലിവർ ലെയ്ൻ എന്ന് പറഞ്ഞ അവനെ ഞാൻ പരിചയപ്പെടുന്നത്. അവൻ എനിക്കൊരു നല്ല സുഹൃത്തായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് സിറ്റിയിലേക്ക് വന്ന് പഠിക്കാൻ തുടങ്ങിയത്. അതുമല്ല, അവൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അതുമല്ല, അവന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റിൽ അവൻ മരിക്കുമായിരുന്നു. അവനോടുള്ള ആ ഒരു ബഹുമാനം അവൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവന്റെ ആ ഒരു പേര് എനിക്ക് ഞാൻ മാറ്റിയത്. അതുമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്റെ യഥാർത്ഥ പേര് പോയി ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ 12 വയസ്സിൽ ചെയ്ത ആ ഒരു കാര്യത്തെ പറ്റി മാത്രമേ അതിൽ കാണിക്കത്തുള്ളൂ. അത് എനിക്ക് വലിയൊരു നാണക്കേടായിരുന്നു. അതുപോലെ എന്റെ മക്കൾക്കാണെങ്കിലും അതിനെ പറ്റി ഒരു കാര്യം പോലും അറിയരുത്. അതിനു വേണ്ടിയിട്ടാണ് എന്റെ പേര് തന്നെ ഞാൻ മാറ്റിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ കാലം എന്റെ കുട്ടികളിൽ നിന്ന് ഞാൻ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നല്ല ജീവിതം എന്റെ കുട്ടികളായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്ലീസ് അതൊന്നും നീ തകർക്കരുത് എന്നുള്ള നല്ല ഫീൽ ചെയ്ത് വിഷമത്തോടെ തന്നെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ മൈക്കിളിനാണെങ്കിലും കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി എന്തായാലും ഇവന്റെ ലൈഫിലേക്ക് കയറി വെറുതെ പ്രശ്നം ഉണ്ടാകണ്ട എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് തന്നെ നമ്മുടെ മൈക്ക് തീരുമാനിക്കും. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ നമ്മുടെ ബ്രോക്കിനെ കാണിക്കുമ്പോൾ അവൾ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അവളുടെ കാർ എടുക്കാൻ വേണ്ടി ആ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്താണ് ഒലിവർ മറ്റൊരു കാറിൽ അവിടേക്ക് ഇങ്ങനെ വരുന്നു. അപ്പൊ ഇത് കണ്ട് അവരോട് സംസാരിക്കാന്ന് പറഞ്ഞ് അവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവൻ ആ ഒരു വണ്ടി മറ്റൊരിടത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു കാറിൽ നിന്നും ഈ ഒരു കാറിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ബ്രോക്കിന് ഇപ്പോൾ നല്ല സംശയം കൂടി തുടങ്ങി. കാരണം ഈ ഒരു കാറിൽ നിന്നും മറ്റൊരു കാറിലേക്ക് സാധനം മാറ്റുന്നു. അതുപോലെ ഒലിവർ ആണെങ്കിലും അവർ ചെയ്യുന്ന കാര്യം വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ചുറ്റിനും ഒരു പേടിയോടെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് കാർ എടുത്തിട്ട് പോകുമ്പോൾ ബ്രോക്കാണെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഒലിവറിനെ ഇപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഒലിവർ എവിടേക്കാണോ പോകുന്നത് അവിടെ എല്ലാം അവൾ ഫോളോ ചെയ്തിങ്ങനെ പോവാണ്. ഇപ്പൊ നമ്മുടെ ഒലിവർ ആണെങ്കിലും മറ്റൊരു കാർ എടുത്ത് ഈ ഒരു സിറ്റിയിൽ നിന്നും അടുത്തൊരു സിറ്റിയിലേക്ക് പോയിട്ട് അവിടെ ഒരു വലിയ കമ്പനിയുണ്ട്. ആ ഒരു കമ്പനിയുടെ അടുത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തി അവന്റെ കാറിൽ നിന്നും ആ ഒരു സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ബ്രൂക്കായാലും അവളുടെ കാറിലിരുന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ലതുപോലെ കാണുന്നുണ്ട്. അതുപോലെ ഒലിവർ കയറി പോയിട്ടുള്ളത് ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോക്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ അവിടെയുള്ള ആ ഒരു ട്രക്കിലേക്ക് കയറ്റി അത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും എന്തായാലും ഇവിടെ നടന്ന ഈ ഒരു കാര്യം അതിനെപ്പറ്റി നമ്മുടെ മൈക്കിളിനോട് വിളിച്ചു പറയണം എന്നുള്ള രീതിയിൽ അവൾ അടുത്തുള്ളൊരു ഫോൺ ബൂത്തിലേക്ക് പോയിട്ട് പൈസ ഇട്ട് മൈക്കിളിനെ വിളിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വോയിസ് മെസ്സേജ് അയക്കാനാണ് പറയുന്നത്. അപ്പോഴേയും ബ്രൂക്ക് വിടുന്നു. ഓക്കെ മൈക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒലിവറിനെ പറ്റി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. അവനെ സംശയിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. അതുപോലെ അവിടെ മറ്റൊരാളെയും കണ്ടിരുന്നു. അവനെ പറ്റി ഞാൻ എന്തായാലും നിന്നോട് നേരിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫോൺ അവിടെ വെച്ച് തിരിയുമ്പോ ഇതുപോലെ പേടിപ്പിക്കാനായിട്ട് ഷെർലി ഉണ്ടല്ലോ, അവള് ബ്രോക്കിന്റെ പുറകിൽ വന്നിട്ട് ഹേയ് ബ്രോക്ക്, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാല് നമ്മുടെ ബ്രോക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഷെർലി കേട്ടിരുന്നു. പക്ഷേ കേൾക്കാത്തതുപോലെ ബ്രോക്കിനോട് സംസാരിക്കുമ്പോൾ ബ്രോക്ക് പറയും, ഇല്ല ഞാൻ അടുത്ത ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാ. അല്ല നിങ്ങളെന്താ ഇവിടെ? ഞാനും സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഷെർലിയുടെ മുഖം നല്ലതുപോലെ മാറുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്ക് ആണെങ്കിലും നേരെ വീട്ടിലേക്ക് വന്ന് ടി വി ഇട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടിവിയിലൊരു ന്യൂസ് കേടാണ്. വേറെ ഒന്നല്ല, അടുത്തായിട്ട് ഒരു വാഹന അപകടത്തിൽ ഒരു ലേഡി മരിച്ചു. നീല കാറായിരുന്നു, നിയന്ത്രണമില്ലാതെ ഒരു കുഴിയിലേക്ക് വീണെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. കാണിക്കുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ ബ്രൂക്ക്. ഇത് കാണുന്നതും ഹീറോ എന്താ ചെയ്യുന്നതിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ചെല്ലുകയാണ്. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അവള് മരിച്ചുപോയി. അങ്ങനെ മൈക്കായാലും അവിടെ ഒരുപാട് നിലനിന്ന് കരയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ക്യാമ്പിന് പോയ തന്റെ മകൻ ഗ്രാൻഡിനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഗ്രാൻഡ് ആണെങ്കിലോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മൈക്കിനോട് സന്തോഷത്തോടെ സംസാരിക്കുന്നത്. അവൻ ആ ഒരു ക്യാമ്പിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ മൈക്കിനോട് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിളിനായാലും നല്ല സന്തോഷമുണ്ട്. വേറെ ഒന്നല്ല, ഇത്രയും നാൾ കഴിഞ്ഞിട്ട് തന്റെ മകൻ ഇപ്പോഴാണ് അവനോട് അങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ബ്രൂക്ക് മരിച്ച ആ ഒരു കാര്യം അവനോട് പറയേണ്ടെന്ന് തന്നെ തീരുമാനിക്കും. അതേസമയം നമ്മുടെ മൈക്കിന്റെ അടുത്ത് ഒലിവറും അവന്റെ ഭാര്യ ഷെർലറ്റും ഇവര് രണ്ടുപേരും ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ മൈക്കിളിനെ ഇവര് രണ്ടുപേരും നല്ലതുപോലെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവരായാലും ഓക്കെ മൈക്കിൾ, നീ എന്തായാലും വിഷമിക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് അവര് രണ്ടുപേരും നേരെ അവരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ മൈക്കിളാണെങ്കിൽ നേരെ റൂമിലേക്ക് പോയി കിടന്ന് അടുത്ത ദിവസം കണ്ണുറക്കുമ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വരികയാണ്. എടുത്ത് സംസാരിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ആ ഒരു FBI ഏജന്റ് ആയിട്ടുള്ള ക്രേവറാണ്. അല്ല മൈക്കിൾ, എന്ത് പറ്റി? ഇന്നലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. അല്ല, ഞാൻ വോയിസ് മെസ്സേജ് എല്ലാം അയച്ചിരുന്നു, നീ അത് കേട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ മൈക്കിളായാലും അത് ഞാൻ ശ്രദ്ധിച്ചു കാണത്തില്ല. മൈക്കിളാണെങ്കിലും ബ്രൂക്ക് മരിച്ച ആ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോഴത്തേക്കാണ് ക്രേവറിന് എന്തോ പോലെ ആയിട്ട് ഓക്കെ നീ എന്തായാലും ഫ്രീ ആകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് സംസാരിക്കേ എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് വീണ്ടും നമ്മുടെ ക്രേവറിനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, അല്ല നീ ഇന്നലെ എനിക്ക് വോയിസ് മെസ്സേജ് എന്തെങ്കിലും അയച്ചിരുന്നു?
എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല, നീ ഒരു വില്യമിനെ പറ്റിയുള്ള ഒരു കാര്യം ചോദിച്ചിരുന്നില്ലേ, അതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി, അത് നിന്നോട് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തായാലും ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നില്ല, നീ ഫ്രീ ആയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മൈക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല നീ എനിക്ക് ഇന്നലെ വോയിസ് മെസ്സേജ് അയച്ചു തന്നോ? അല്ല, എന്റെ ഫോണിൽ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ ക്രേവർ പറയും, അതെ വോയിസ് മെസ്സേജ് തന്നെയാണ് അയച്ചത്, അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും ഫ്രീ ആയിട്ട് എന്നെ വിളിക്കാൻ പറയുമ്പോൾ നമ്മുടെ മൈക്കിളായാലും പതിയെ ജനാല വഴി പുറത്തേക്ക് നോക്കാണ്. അപ്പോഴേക്കാണ് കാണിക്കുമ്പോഴത്തേക്കും ഇവന്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ഫോൺ ലൈൻ ഉണ്ടല്ലോ, അതിലാരും ഒരുത്തൻ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ആ വെളിയിലിരിക്കുന്നവൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള സംശയത്തില് മൈക്കിൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി അവന്റെ കാറിലൊരു സെൽഫോൺ ഉണ്ട്, അതെടുത്ത് ക്രേവറിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, ഇതേപോലെ നീ അന്വേഷിച്ചല്ലോ വില്യം എന്ന് പറഞ്ഞിട്ട്, ആ ഒരുത്തൻ എന്റെ അയൽക്കാരനാണ്, അതുമല്ല അവന്റെ യഥാർത്ഥ പേര് ഒലിവർ ലെയ്ൻ എന്നാണ്. കൂടാതെ നീ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞല്ലോ, ആ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടില്ല, നീ അയച്ച മെസ്സേജ് മാത്രമല്ല ഇന്നലത്തെ ദിവസം ആരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അയച്ച മെസ്സേജ് എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ഫോൺ ഡീറ്റെയിൽസ് അതാരോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ദയവ് ചെയ്ത് ഇന്നലെ ആരൊക്കെയാണോ എനിക്ക് മെസ്സേജ് അയച്ചത് ആ ഒരു ഡീറ്റെയിൽസ് നിനക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യ്. അതേപോലെ തന്നെ അടുത്ത വീട്ടിൽ ആ ഒരുത്തൻ അവനെ പറ്റിയും കൂടുതലായിട്ട് അന്വേഷിക്കണം. ഒരു കാര്യം ഞാൻ പാതിയിൽ വെച്ചിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്, അത് വീണ്ടും ഞാൻ തുടരാൻ പോവാണ് എന്ന് പറഞ്ഞ ആ ഒരു ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ മൈക്കിളായാലും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ബോംബ് ആക്രമണമുണ്ട്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരാളുണ്ട്, അയാളെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. ആ ഒരാളല്ല, അങ്ങനെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ ആരാണ് എന്താണെന്നല്ല എനിക്കറിയാം, നിങ്ങളുടെ മകൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളുടെ മകൻ എന്താണ് ചെയ്തത് അത് മാത്രം എന്നോട് പറയുമ്പോൾ ആ ഒരു അപ്പൂവൻ പറയും, സത്യം പറഞ്ഞാൽ എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളെയല്ല, അവൻ ഈ ഒരു ഗവൺമെന്റിന്റെയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അതിനെല്ലാം നല്ലതുപോലെ ബഹുമാനിക്കുന്ന ഒരുത്തനാണ്, അതുകൊണ്ട് തന്നെ എന്റെ മകൻ അറിഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല, ആരൊക്കെയോ ചേർന്ന് അവനെ അവരുടെ വലയിൽ കുടുക്കി അവനെ വെച്ച് അത് ചെയ്യിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതെ സാർ എനിക്കറിയാം, നിങ്ങളുടെ മകൻ അറിയാവുന്ന ഒരാളെ എനിക്ക് നല്ലതുപോലെ അറിയാം, അവൻ ഏകദേശം ഒരു 43 വയസ്സുണ്ടാവും, ഈ ഒരു നാട്ടിൽ തന്നെ ഒരു ആർക്കിടെക്ട് ആയിട്ടാണ് അവൻ ജീവിക്കുന്നത്, അവനൊരു ഭാര്യ 3 കുട്ടികള്, അവൻ ഈ ഒരു നാട്ടിൽ നല്ലതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്, അവന്റെ അടയാളം ഇതൊക്കെയാണ്, ഇങ്ങനെ ഒരാളെ പറ്റി നിങ്ങളുടെ മകൻ എപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു അപ്പൂവൻ പറയും, പ്ലീസ് അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല, ഇതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങള് നീ അല്ലാതെ ഇതിനു മുന്നേ ഒരുപാട് വന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും ചോദിച്ചുകൊണ്ട് വീണ്ടും എന്നെ വന്ന് ബുദ്ധിമുട്ടിക്കരുത്, അല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്കിൾ പറയുന്നത്, ഇല്ല സാർ, നിങ്ങളുടെ മകൻ ചെയ്ത ആ ഒരു തെറ്റ് അതിന് കാരണക്കാരൻ നിങ്ങളുടെ മകൻ മാത്രമല്ല, അവനെ കൊണ്ട് അത് വേറെ ആരോ ചെയ്യിപ്പിച്ചതാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു അപ്പനായാലും നല്ല ദേഷ്യം വന്നിട്ട്, എന്റെ മകൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല മരിച്ചത്, അവന്റെ കൂടെ ഏകദേശം ഒരു 10-16ഓളം ചെറിയ കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ എന്റെ മകൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് കുട്ടികളെ കൊല്ലത്തില്ല, കാരണം അവനൊരു കുഞ്ഞ് ജനിച്ച ആ ഒരു കുഞ്ഞ് മരിച്ചുപോയി, അതുകൊണ്ട് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ അത്രയും ജീവനാണ്, അതുമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നറിയോ, ഓരോ സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെല്ലാവരും ചേർത്ത് ഒരു ക്യാമ്പ് പോലെയെല്ലാം നിർമ്മിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്, ആ ഒരു ക്യാമ്പിനെ ഡിസ്കവർ ക്യാമ്പ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്, എന്റെ മകൻ മരിച്ചതിന് ശേഷവും ആ ഒരു ക്യാമ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, എന്റെ മകൻ ഇപ്പോൾ ഇല്ലെങ്കിലും അവന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ആ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്, അതൊരു ബോയ് സ്കൗട്ടും കൂടിയാണ് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് അവന്റെ മകന്റെ കാര്യം ഓർമ്മ വരികയാണ്, കാരണം നമ്മുടെ ഗ്രാൻഡും ഇതുപോലുള്ള ഒരു ക്യാമ്പിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ആ ഒരു ഗ്രൂപ്പിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ്, ഓഹോ അതിനകത്ത് ഒലിവർ ഉണ്ട്, ഒലിവറിന്റെ മകനുണ്ട്, അതേപോലെ തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞ ഈ ഒരു പയ്യനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവർ ഈ കുട്ടികളെയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്യാമ്പ് നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഗ്രാൻഡുള്ള, അവിടേക്ക് ചെന്ന് ഗ്രാൻഡിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട്, അല്ല എൻ്റെ മകൻ ഗ്രാൻഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല സാർ, നിങ്ങളുടെ മകനെ കുറച്ച് നേരത്തെ മുന്നേ തന്നെ നിങ്ങളുടെ അയൽക്കാരനായിട്ടുള്ള ഒലിവർ എന്ന് പറഞ്ഞ ആള് വന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നു, നിങ്ങളുടെ മകനായാലും വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പോൾ ഹീറോ പറയും, അല്ല എൻ്റെ അനുവാദം ഇല്ലാതെ എങ്ങനെയാണ് അവനെ കൊണ്ടുവന്നത്, അല്ല നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് മരിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഒലിവറിനെ പറഞ്ഞു വിട്ടതെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈക്കിന് കാര്യം മനസ്സിലായി, ഒലിവറാണ് തന്റെ മകനെ എന്തായാലും കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മൈക്കിളിന്റെ വീട് വളരെ സമാധാനമായിട്ടിരിക്കുകയാണ്, അതുമല്ല അടുത്തുള്ള വീട്ടിൽ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു പാർട്ടി നടക്കുന്നത് പോലെ. അങ്ങനെ മൈക്കിൾ ആയാലും നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ അത് ഒലിവറിന്റെ വീടാണ്, ഒലിവറിന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അങ്ങനെ മൈക്കിൾ അവിടെ നിൽക്കുന്നത് കണ്ട് നമ്മുടെ ഷാർലറ്റ് മൈക്കിളിനെ കൂട്ടി നേരെ ഒലിവറിന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഒലിവർ പറയുന്നത്, അല്ല മൈക്കിൾ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ എന്നെ പറ്റി അന്വേഷിച്ച് നടക്കരുതെന്ന്, അത് ചെയ്യുന്നത് തന്നെ വളരെ ആപത്താണ്, നീ കാരണം ഇപ്പോൾ നിന്റെ മകന് വലിയൊരു അപകടം സംഭവിക്കാൻ പോവാണ്, അതുമല്ല നീ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നാളെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, അതെന്തായാലും ഞങ്ങൾ ചെയ്തു തീർക്കും, അതുകൊണ്ട് ഇപ്പോൾ എന്നെ സംശയിക്കുന്ന ഒരേ ഒരാൾ അത് നീ മാത്രമാണ്, നീ ഒന്നും മിണ്ടാതെ സമാധാനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ജോലി കഴിഞ്ഞ് നിന്റെ മകനെ നിന്നെ തന്നെ തിരിച്ചേൽപ്പിക്കാം,
അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ് നമ്മുടെ മൈക്കിളിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു. ഇപ്പോൾ നമ്മുടെ മൈക്കിളിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ മകനും അവളുടെ അടുത്തായി പോയി അവൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്യാനും പോകുന്നുണ്ട്. പക്ഷേ ഗ്രാൻഡിനെ ഒലിവർ തട്ടിക്കൊണ്ടുപോയ ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെപ്പറ്റി മാത്രം ക്രേവറിനോട് സംസാരിക്കത്തില്ല. ഒരുപക്ഷെ അതിനെപ്പറ്റി സംസാരിച്ച് ഒലിവർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകൻ അത് ആപത്താണെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ക്രേവർ ചോദിക്കുന്നുണ്ട്, അല്ല മൈക്കിൾ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അല്ല, അന്ന് നിന്റെ വീട്ടിലേക്ക് ഈ വോയിസ് മെസ്സേജ് ഒന്നും വരുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത്? അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തിരുന്നു. അതൊരുപാട് മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയി, ഇത് നോക്കുന്നു പറഞ്ഞിട്ട് അതിങ്ങനെ കാണിക്കുമ്പോൾ അതിൽ നമ്മുടെ മൈക്കിൾ ശ്രദ്ധിക്കുന്നത് അന്ന് ബ്രൂക്ക് ആ ഒരു ബൂത്തിൽ നിന്ന് അവനെ വിളിച്ചിരുന്നല്ലോ, ആ ഒരു സമയത്ത് അവൻ എടുക്കാത്തത് കൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. അത് മാത്രം നോട്ട് ചെയ്ത് അവനോട് ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ബ്രൂക്ക് ഫോൺ ചെയ്ത ആ ഒരു ഫോൺ ബൂത്ത് ഉണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവന്റെ പുറകെ ഒരു ഡെലിവറി വണ്ടി ഇങ്ങനെ പോകുന്നത് കാണുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒലിവറിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വണ്ടിയെ ഫോളോ ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ മൈക്കിളാണെങ്കിലും ആ ഒരു വണ്ടി ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. അതുപോലെ ആ ഒരു വാൻ അവിടെ നിന്ന് എടുക്കുന്നതിന് മുന്നേ ആ ഒരു വാനിനകത്തേക്ക് കുറെ ബോക്സുകളായിട്ട് എന്തൊക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ അതെല്ലാം ചെയ്യുന്നത് ഇന്നലെ ആ ഒരു പാർട്ടിയിൽ കണ്ടല്ലോ, ആ ഒരു ആളുകളാണ്. അതെല്ലാം ഒലിവർ ആണെങ്കിലും പറഞ്ഞു ഇന്നത്തെ ദിവസം അവരെന്തോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു വാനിനെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു വാനിനെ ഫോളോ ചെയ്ത് ഒരു ട്രാഫിക്കിൽ കൊണ്ട് നിർത്തുന്ന സമയത്താണ് കാണിക്കുമ്പോൾ ആ ഒരു വാനിന്റെ പുറകില് നമ്മുടെ ഗ്രാൻഡ് ഉണ്ടല്ലോ, അവനുണ്ട്. ഇത് കാണുന്നതും ആ ഒരു വാനിനെ എന്തായാലും നമ്മുടെ ഹീറോ ഫോളോ ചെയ്ത് പോകും. കാരണം ഈ ഒരു ട്രാഫിക് എല്ലാം തെറ്റിച്ച് ആ ഒരു വാനിന്റെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഒരവസരത്തില് ഏതോ ഒരു ബിൽഡിങ്ങിന്റെ അകത്തൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മറ്റൊരു വണ്ടി വന്ന് നമ്മുടെ മൈക്കിളിന്റെ വണ്ടിയിലേക്ക് ഒരു ഒറ്റയടി. അത് വേറെ ആരുമല്ല, ഒലിവർ ആയിരുന്നു. പെട്ടെന്ന് ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ മൈക്കിളിനെ പിടിച്ച് വലിച്ചഴിച്ച് ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കൊണ്ടിടും. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒലിവർ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു എന്നെ ഫോളോ ചെയ്യരുതെന്ന്, ഈ ഒരു ജോലി തീർക്കുന്നത് വരെ നീ എനിക്ക് ഒരു സമാധാനം തരത്തില്ല എന്നും പറഞ്ഞ് ഹീറോയെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും മൈക്കിളായാലും പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ? നിന്റെ വീട്ടിലുള്ള ആ ഒരു ബ്ലൂ പ്രിന്റ് വെച്ചിട്ട് തന്നെ എനിക്ക് മനസ്സിലായി നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു ലിബർട്ടി ബിൽഡിങ് അത് തകർക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? അതെന്തായാലും ഞാൻ തടഞ്ഞിരിക്കും, ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഒലിവർ പറയും, ഓക്കെ ശരി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മകൻ എന്തായാലും മരിക്കും. ഇല്ല, നിന്റെ മകൻ എന്തായാലും മരിക്കാൻ പോവാണ്, പോയിക്കോ, നീ പോയി രക്ഷപ്പെടുത്തിക്കോ, നിന്നെ കൊണ്ട് കഴിയുന്നത് നീ ചെയ്. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ മൈക്കിളിന് നല്ല ദേഷ്യം വന്ന് ഒലിവറിനെ ഇടിച്ച് താഴെ കിട്ടിട്ട് അവനെ ഒരുപാട് ഇടി അവന്റെ പുറത്തേക്ക് കയറിയെന്ന് ഇപ്പോൾ ഒലിവറിന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഇടിച്ച് അവശനാക്കി അവന്റെ കാറും എടുത്ത് അവിടെ നിന്നും ആ ഒരു ലിബർട്ടി ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടേക്ക് വരികയാണ്. അവിടേക്ക് വരുമ്പോഴത്തേക്ക് അവന്റെ സുഹൃത്തായുള്ള ക്രേവനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, ഇതേപോലെ നിങ്ങളുടെ ബിൽഡിങ്ങിനടുത്തേക്ക് ഒരു വാൻ വരുന്നുണ്ട്, ഒരു കാരണവശാലും ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ആ ഒരു വാൻ കടത്തി വിടരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവിടെയാണ് ആ ഒരു FBI ഏജന്റിന്റെ ഓഫീസ് തന്നെ ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് FBI ഏജന്റുമാർ അവിടെ ഉണ്ടാവും, പോലീസുകാർ അവിടെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ക്രേവനാണെങ്കിലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മൈക്കിൾ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെ പറയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്കിള് ആ ഒരു വാനിന്റെ പുറകെ തന്നെ പോകുന്നു. നല്ലൊരു ചേസിംഗ് ആണ്, കുറച്ചു നേരം ഉണ്ടാവും. അങ്ങനെ ആ ഒരു ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ ആ ഒരു വാൻ ഉണ്ടല്ലോ അതിപ്പോ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുന്നു. മൈക്കിളാണെങ്കിലും പുറകെ നല്ല സ്പീഡിന് വന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് പോകുന്ന സമയത്ത് മൈക്കിൾ അവിടെയുള്ള പോലീസുകാരോട് പറയുന്നത്, സാർ ഞാൻ പറഞ്ഞ ആ ഒരു വണ്ടി അതാണ്, അതകത്തേക്ക് വിടരുത്, അതിനകത്ത് ബോംബുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അവർ കേൾക്കുന്നില്ല. അവർ നമ്മുടെ മൈക്കിളിനകത്തേക്ക് വിടാതെ അവിടെ തടഞ്ഞു നിർത്തിയേക്കും. പക്ഷെ മൈക്കിളാണെങ്കിലോ ഒന്നും കേൾക്കാതെ ആ ഒരു ഗേറ്റും ഇടിച്ച് തകർത്ത് അതിനുള്ളിലേക്ക് തന്നെ പോവാണ്. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അവന്റെ സുഹൃത്തായുള്ള ക്രേവൻ മറ്റൊരുപാട് പോലീസുകാരായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു വാൻ അവിടെ കൊണ്ട് നിർത്തുന്നതും നമ്മുടെ ഹീറോ കാറിൽ നിന്ന് ചാടി ഇറങ്ങി, സാർ അതിനകത്ത് ബോംബുണ്ടെന്ന് പറഞ്ഞ് ക്രേവനോട് ഇങ്ങനെ പറയുമ്പോൾ ക്രേവൻ പറയും, ഇല്ല മൈക്കിൾ, നിനക്ക് എന്താ സംഭവിച്ചതെല്ലാം ചോദിച്ചിട്ട് പെട്ടെന്ന് പോലീസുകാരെ കൊണ്ടുവന്ന് ആ ഒരു വാൻ ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒന്നും കാണാനില്ല. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്കിളിനെ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ക്രേവൻ പറയുന്നത്, മൈക്കിൾ നീ ഇപ്പൊ എന്താ ഭ്രാന്ത് പിടിച്ചതോടെ ചെയ്യുന്നേ? ഈ ഒരു വാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഓഫീസിനകത്തേക്ക് വരുന്നതാണ്, അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഇവനെ അറിയാം. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരേ ഒരാള് അത് നീ മാത്രമാണ്. അങ്ങനെ ഇതും കൂടി കേൾക്കുന്നത് നമ്മുടെ മൈക്കിളിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഓടി വന്നിട്ട് അവന്റെ കാറിന്റെ ഡിക്കിനെ തുറക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് ഈ മൂവിയിലെ. വേറെ ഒന്നുമല്ല, അവന്റെ കാറിന്റെ ഡിക്കിക്കകത്ത് ബോംബിരിക്കുന്നു. അങ്ങനെ ബിൽഡിങ്ങിന് വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഒലിവർ നിന്നിട്ട് ബൂം എന്ന് പിന്നെ പറയുന്നതും പെട്ടെന്ന് ആ ഒരു ബിൽഡിങ് പൂർണ്ണമായിട്ട് തകർന്നങ്ങ് വീഴാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മൈക്കിളിനെ ഒലിവർ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവന്റെ കാറിൽ ആ ഒരു ബോംബ് വെച്ചിരുന്നു. അതറിയാതെയാണ് മൈക്കിള് ആ ഒരു കാറും എടുത്ത് വാനിനകത്താണ് ബോംബ് എന്നുള്ള രീതിയിൽ ഇതിനകത്തേക്ക് വന്നത്. ഇപ്പോൾ നമ്മുടെ മൈക്കിളിന്റെ സുഹൃത്ത്, അതിനകത്തുള്ള FBI ഏജന്റുമാര്, ആ ഒരു ബിൽഡിങ്ങിനകത്തുള്ള 100ഓളം ആൾക്കാർ എല്ലാവരും മരിച്ചു. ഒലിവർ എന്താണ് പ്ലാൻ ചെയ്തത് അത് പെർഫെക്റ്റ് ആയിട്ട് അവൻ നടത്തുകയും ചെയ്തു.
അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ ന്യൂസിൽ ഇപ്പോൾ കാണിക്കുമ്പോൾ കുറ്റക്കാരനായിട്ടുള്ളത് നമ്മുടെ ഹീറോ മൈക്കിളാണ്, വേറെ ഒന്നുമല്ല. മൈക്കിളിന്റെ ഭാര്യ ആ ഒരു FBI ഏജന്റ് ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ഷൂട്ട് ഔട്ടിൽ മരിച്ചത്. അത് കാരണം മൈക്കിളിന് ഗവൺമെന്റിനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അത് അവന്റെ സ്റ്റുഡൻസ് തന്നെ അവൻ നടത്തുന്ന ആ ഒരു ക്ലാസ്സുകളിലൂടെ തന്നെ മനസ്സിലാക്കി ന്യൂസ് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദേഷ്യം കാരണമാണ് മൈക്കിള് സ്വയം ഒരു മനുഷ്യ ബോംബായിട്ട് മാറി ആ ഒരു ബിൽഡിങ്ങിനകത്ത്, അതും FBI ഏജന്റുമാരുള്ള ആ ഒരു ബിൽഡിങ്ങിനകത്ത് ബോംബ് വെച്ച് അവനൊരു തീവ്രവാദ പ്രവർത്തനം നടത്തിയതെന്നും പറഞ്ഞ് ഇപ്പോൾ മൈക്കിളിനെ കുറ്റക്കാരനായിട്ട് കാണിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇതായിരുന്നു നമ്മുടെ ഒലിവറിന് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് മൈക്കിളിനെ ഈ ഒരു രീതിയിൽ വട്ടെടുപ്പിച്ച് അവസാനം അവനെ കൊണ്ട് തന്നെ ആ ഒരു ബോംബ് അതിനകത്ത് കൊണ്ടുവെപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ മൈക്കിളിന്റെ മകൻ ഗ്രാൻഡിനെ കാണിക്കുമ്പോൾ അവനെ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുവന്നു. ഒലിവർ, അവന്റെ ഭാര്യ, അവന്റെ ടീം, ആ കുട്ടികൾ, ഇവരെല്ലാവരും ഇപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് ഗവൺമെന്റിനോട് നല്ല ദേഷ്യമുള്ള സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് അവർക്ക് ചെയ്യാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് നമുക്കൊരിക്കലും ശരിയാവത്തില്ല എന്ന്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.